ഹലോ, ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അതിൻ്റെ സ്കോപ്പ് എന്താണ്? അതിന് ജോലി സാധ്യത ഇന്ത്യയിലും വിദേശത്തൊക്കെ എന്തെല്ലാമാണ്? ഏതെല്ലാമാണ് നല്ല കോളേജുകൾ? അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആരൊക്കെയാണ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് പോവേണ്ടത് എന്നുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ കെമിസ്ട്രി ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പോകാവുന്ന ഒരു ഫീൽഡാണോ കെമിക്കൽ എഞ്ചിനീയറിംഗ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് കെമിക്കൽ എഞ്ചിനീയറിംഗ്? അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോഴ്സസോ കാര്യങ്ങളോ നോക്കുമ്പോൾ അതിൻ്റെ ഒരു 20% മാത്രമേ ആക്ച്വലി കെമിസ്ട്രി വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഭൂരിഭാഗവും ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ കുറച്ചുകൂടി, മേ ബി കെമിസ്ട്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് ആണ് കുറച്ചുകൂടി പഠിക്കാനുള്ളതെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മറ്റ് സബ്ജക്ട്സ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗിന് പോവാം എന്ന് ആരും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം, പക്ഷേ അത് മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോരുത്. കെമിസ്ട്രിയിലെ ചുരുക്കം ചില കോഴ്സുകൾ മാത്രമേ നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ആക്ച്വലി പഠിക്കാനുള്ളൂ. ദെൻ വാട്ട് ഈസ് കെമിക്കൽ എഞ്ചിനീയറിംഗ്? അപ്പോൾ കെമിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ അപ്ലൈ ദിയർ നോളജ് ടു ഡെവലപ്പ് ന്യൂ കെമിക്കൽ സബ്സ്റ്റൻസസ്, ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് വൺസ് ആൻഡ് ഡിസൈൻ പ്രോസസ്സസ് ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു യൂസ്ഫുൾ പ്രൊഡക്ട്സ്. അപ്പോൾ പുതിയ കെമിക്കൽ സബ്സ്റ്റൻസസ് ഡെവലപ്പ് ചെയ്യുന്ന, എക്സിസ്റ്റിംഗ് വൺസ് ഇംപ്രൂവ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു നമ്മളൊരു റോ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ യൂസ്ഫുൾ ആയ മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന പ്രോസസ്സുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അത് ജസ്റ്റ് നമ്മളൊരു കെമിസ്ട്രിയുടെ കുറച്ച് റിയാക്ഷൻസ് നടക്കുക എന്നുള്ളൊരു ചിന്തയല്ല കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്? ഒന്ന് കെമിക്കൽ പ്രോസസ് എഞ്ചിനീയറിംഗ്, ഇത് നമ്മൾ പറഞ്ഞു. ബയോടെക്നോളജി, ഓക്കെ, ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. മാസ് ട്രാൻസ്ഫർ, ഓക്കെ, അതേപോലെ തന്നെ തെർമോഡൈനാമിക്സ്. ഇപ്പോൾ മാസ് ട്രാൻസ്ഫർ, തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കൂടുതൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ 12th നിങ്ങൾ പഠിക്കുന്നതാണ്. തെർമോഡൈനാമിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും ഒക്കെ. പ്രോസസ് കൺട്രോൾ, ഓരോ പ്രോസസ്സുകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെറ്റീരിയൽ സയൻസ്. മെറ്റീരിയൽ സയൻസ് വീണ്ടും ഓരോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞാലാണല്ലോ നമുക്ക് ആ മെറ്റീരിയൽസിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും, അതിനെ മേ ബി റോ മെറ്റീരിയലിനെ എങ്ങനെ നമുക്ക് മറ്റൊരു മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പെക്ട്രമാണ് ആക്ച്വലി നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നമുക്ക് പല ഏരിയകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. ഇത് എവിടേക്കാണ് ഉള്ളത്? അപ്പോൾ ഇത് ഈ പഠിക്കുന്നതിന് നല്ല സ്കോപ്പ് ഉണ്ടോ എന്ന് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് വരാം കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ എവിടേക്കാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് വരാം. ഇപ്പോൾ ഒരുപാട് IITs ഉണ്ട്. ഇപ്പോൾ IIT ബോംബെ, ഡൽഹി, മദ്രാസ്, ഇങ്ങനത്തെ IITs ഉണ്ട്. DTU ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി മുംബൈ ഉണ്ട്. നമ്മുടെ മുകേഷ് അംബാനിയൊക്കെ ഇവിടെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇനിയും ഒരുപാട് IITകളും NITകളും ഒക്കെ ഉണ്ട്. പിന്നെ BIT വെല്ലൂർ, DSC ബാംഗ്ലൂർ, RVC ബാംഗ്ലൂർ, SRM ചെന്നൈ, ഇതൊക്കെയാണ് പ്രൈവറ്റിൽ പിന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. മേലെയുള്ളത് പബ്ലിക് സെക്ടറിലുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതല്ലാതെയും ഒരുപാട് NITകളും IITകളിലൊക്കെ ഉണ്ട്. എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് എഴുതിയതുകൊണ്ട് ഇത് മാത്രമാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമില്ല. ഏറ്റവും ടോപ്പായി ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതി വെച്ചെന്നുള്ളത് മാത്രം. ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിൽ NIT കാലിക്കറ്റിലുണ്ട്, GEC തൃശ്ശൂർ, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുസാറ്റ്, അതേപോലെ GEC കോഴിക്കോട്. പിന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജസിലൊക്കെ ഉണ്ട്. ഈവൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. ജനറലി കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ടോപ്പായിട്ട് കേരളത്തിൽ വിലയിരുത്തപ്പെടുന്ന കോളേജുകളാണ്. അതിനർത്ഥം മറ്റു കോളേജുകൾ മോശമാണെന്നല്ല, ഇതാണ് ഏറ്റവും ടോപ്പായി ജനറലി ആളുകൾ വിലയിരുത്തുന്ന കോളേജുകൾ എന്നുള്ളത്. ഇനി ഇത് പഠിച്ചാൽ എവിടെയാണ് ജോലി കിട്ടുക? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രികൾ, ഒന്ന് കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എസെൻഷ്യലി മരുന്നുകൾ എന്നുള്ളത് കെമിക്കൽസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസ്, ഓയിൽ എക്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട്, ഗ്യാസ് എക്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട്
ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അതിലൊരുപാട് കമ്പനീസ് ഉണ്ട്. ONGC, BPCL, HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, നമുക്ക് കാണുന്ന പെട്രോൾ പമ്പുകളൊക്കെ അല്ലെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, അതേപോലെ തന്നെ റിലയൻസിന് ജിയോ ഗ്യാസ് ഉണ്ട്, അതേപോലെ തന്നെ റിലയൻസിന്റെ കെമിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്, ഇങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. അതേപോലെ തന്നെ പവർ ആൻഡ് എനർജി ഇൻഡസ്ട്രീസ്, ഇത് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരു എനർജി ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയ്തർ പോലുള്ള അല്ലെങ്കിൽ ഒല പോലെയുള്ള അല്ലെങ്കിൽ ടാറ്റയ്ക്കും അതേപോലെ ടെസ്ലയ്ക്കൊക്കെ എന്താണ് EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, അതിന്റെ ബാറ്ററീസ് ആവശ്യമാണ്. ഈ ബാറ്ററീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു എനർജി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ്? അത് ഡെഫിനറ്റ്ലി കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ. അപ്പോൾ അവിടെ വലിയൊരു സ്കോപ്പ്, പുതിയൊരു രംഗത്ത്, ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് രംഗത്ത് പുതിയൊരു സ്കോപ്പ് നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ കാണാൻ സാധിക്കും. എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ വീണ്ടും കുറെ പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്, ഇന്ത്യയെ പോലെ വലിയൊരു അഗ്രോ എക്കണോമി ഉള്ള രാജ്യത്ത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് ബിഗർ ദാൻ വാട്ട് വി തിങ്ക്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഒരുപാട് ഫുഡ് ഇപ്പോൾ ഷെൽഫ് ഫുഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ റെഡി ടു മേക്ക് ഫുഡ്സ് ഒക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലൊക്കെ ഇത് ഈ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജീസിൽ വർക്ക് ചെയ്യുന്ന കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഒരുപാട് കമ്പനീസ്, കുറച്ച് കമ്പനികൾ മാത്രം ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ UPL, ടാറ്റ കെമിക്കൽസ് ഉണ്ട്, പിഡ്ലൈറ്റ് ആണ് നമ്മുടെ ഫെവിക്കോൾ മറ്റു കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അതേപോലെ തന്നെ SR അതേപോലെ ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ പോലുള്ള എന്താ പറയുക പെട്രോളിയം കമ്പനീസ് ഉണ്ട്. ഇനി ഇതിൽ ഒരുപാട് വരും, ഷെല്ല് പോലത്തെ കമ്പനീസ് വരും, മറ്റൊരുപാട് വരും. കോറമണ്ടൽ, അതേപോലെ തന്നെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയാണ്. അപ്പൊ ഇങ്ങനെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സെക്ടറിൽ നേരത്തെ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽസിലും ഓയിൽ ആൻഡ് ഗ്യാസിലും അതേപോലെ ഫെർട്ടിലൈസേഴ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസിനെ നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഒരു സാലറി വൈസ് ഇന്ത്യയിൽ ഇപ്പൊ ജനറലി ലഭിക്കുന്നത് എന്നുള്ളത്? മോശമല്ലാത്ത സാലറി നല്ല കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് എടുത്ത് ഇറങ്ങുന്ന ആളുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് സാലറി ഇൻ ഇന്ത്യ 5 lakhs per annum നമുക്ക് കാണാൻ സാധിക്കും. അത് IITസിലാണ് എന്നുണ്ടെങ്കിൽ, IITs ആക്ച്വലി ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ 15 lakhs per annum ഒരു ആവറേജ് പാക്കേജ് കിട്ടുന്നുണ്ട്. NITസിലോട്ട് വരുമ്പോൾ അത് 10 lakh per annum ആയി മാറുന്നുണ്ട്. ഇത് പിന്നെ കുറേയൊക്കെ എന്താണ് ഒരു NITs IITs അതിനൊക്കെ അനുസരിച്ച് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ അനുസരിച്ച് മാറാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാക്കേജ് തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മളൊരു 5 to 15 നമുക്ക് ഒരു ആവറേജ് പാക്കേജ് കിട്ടും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൂടുതൽ കിടക്കുന്നത് ഹയർ സ്റ്റഡീസിലാണ്. ഓക്കെ, ഹയർ സ്റ്റഡീസിലോട്ട് നമ്മൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫീൽഡുകളിൽ, ഇപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഏതൊരു കെമിക്കൽ അല്ലെങ്കിൽ ഏത് സംഭവം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ എനർജിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ കമ്പനീസ് എന്താ പറയുക കാർബൺ ന്യൂട്രാലിറ്റിയെ പറ്റിയും അതേപോലെ സീറോ കാർബൺ ഫുഡ് പ്രിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് വലിയൊരു റോൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം എന്നുള്ളത്. മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതേപോലെ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ചാലഞ്ച് കിടക്കുന്നത് എവിടെയാണ്? ബാറ്ററിയുടെ ചാർജിങ് റീചാർജിങ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചാർജിങ്ങിന് വലിയൊരു സമയം എടുക്കുന്നു. അതേപോലെ തന്നെ ബാറ്ററീസ് പെട്ടെന്ന് വലിയ സൈസ് ഉണ്ട്, അത് പെട്ടെന്ന് മാറ്റാനുള്ള പ്രൊവിഷൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ദീർഘയാത്രക്കൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു പ്രശ്നമായി മാറുന്നത് ഈ ഒരു ആസ്പെക്റ്റിലാണ്. ഇതിനെ ആക്ച്വലി സോൾവ് ചെയ്യേണ്ടത് ആരാണ്? ഇതിനെ ആക്ച്വലി സോൾവ് ചെയ്യേണ്ടത് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്, റൈറ്റ്? അപ്പോൾ ഇത് വലിയൊരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഏരിയാസ്, പ്രോസസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഏരിയാസിൽ MTech MS ഈവൻ PhD ആക്സിലറേറ്റഡ് PhD ഒക്കെ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യയിലും വിദേശത്തുണ്ട്. ഇന്ത്യയിലെ IITs എല്ലാവരും ഇത്തരം സെഗ്മെന്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? MTechഉം MSഉം PhD ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വിദേശ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണമെങ്കിൽ MIT, സ്റ്റാൻഫോർഡ്, UC ബെർക്ക്ലി, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ, NUS, ETH സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് UK, QS റാങ്കിങ് പ്രകാരം ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്പെക്ട്രം ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊരു BTechന് പോകുമ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാവരും പറയുന്നു, അതുകൊണ്ട് പോകുന്നുള്ളതിനപ്പുറം ഈ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടറിഞ്ഞ് നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തുറക്കും. നമുക്ക് ഒന്നും കൂടി പ്ലാൻ ചെയ്ത് നമ്മുടെ കരിയറിൽ ഒന്നുകൂടി മുമ്പിലെത്താൻ സാധിക്കും. അപ്പോൾ ആരാണിത് ചൂസ് ചെയ്യേണ്ടത്? ഇതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ഒരു മാത്ത് ആൻഡ് സയൻസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ആളുകളാണ് ഡെഫിനറ്റ്ലി കെമിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിന്റെ മൂന്നിന്റെയും അപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഫീൽഡാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. മറ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ എടുക്കുമ്പോൾ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻസ് അത്രത്തോളം വരില്ല. ഇവിടെ കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻസ് വരും, പക്ഷേ കെമിസ്ട്രി മാത്രമാണ് എന്ന് വിചാരിച്ചാലും ഇതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു പ്രോസസ് ടെക്നോളജി, അതേപോലെ തന്നെ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ വരുമ്പോൾ എത്രത്തോളം മാത്സും ഫിസിക്സും അതിൽ വരും എന്നുള്ളത്. ഇപ്പോൾ തെർമോഡൈനാമിക്സിന് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ കേസുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. പല ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ് പലപ്പോഴും ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രോബ്ലം സോൾവേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ്, ഒരുപാട് ഇന്നോവേഷൻ ആവശ്യമുള്ള, ഇനിയും ഒരുപാട് ഇന്നോവേഷൻ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, നമ്മളിത് ഈ സെഗ്മെന്റ് ഒക്കെ എടുത്താൽ മുഴുവനും എന്താണ്, ഒരു പ്രാക്ടിക്കൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് താല്പര്യമുള്ള, സൊസൈറ്റൽ ചാലഞ്ചസിനോട് സോൾവ് ചെയ്യാൻ, കാരണം ഇവിടെ ക്ലീൻ എനർജി, സസ്റ്റൈനബിലിറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടി വരുന്ന ഒരു സംഭവമാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത്. അതേപോലെ ഗ്ലോബൽ തിങ്കേഴ്സ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു ഇന്ത്യയിലെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് മേ ബി കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അയാൾക്ക് ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പല ആൾക്കാരും ഇപ്പോൾ UK PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിദേശത്ത് പോയി പഠിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കെമിക്കൽ എഞ്ചിനീയേഴ്സ്. ആ രീതിയിൽ നമ്മൾ കുറച്ചും കൂടി കെമിക്കൽ എഞ്ചിനീയറിംഗിനെ കാണണം. ഇന്ത്യയിലെ മാത്രം ഓപ്പർച്യൂണിറ്റീസ് അല്ല, ഒരു ഗ്ലോബലി ഒരു വളരെ വലിയൊരു ഫീൽഡാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് വാണ്ടഡ് ടു സേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വേറെ ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.